ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അടുത്ത വീട്ടിലെ മക്കളെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, നിങ്ങളത് ശ്രദ്ധിക്കല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ വരുന്ന എൻ്റെ പാചകടിയും എൻ്റെ പാചകമൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി പാചകവും ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്നലെ പാചകം ചെയ്ത വീഡിയോ ഇന്നലെ ഇടണമെന്ന് കരുതി. ഇന്നലെ സമയം കിട്ടിയില്ല, ഇടാൻ പറ്റിയില്ല. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നുള്ള പാചകവും കാര്യമൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനും ഒന്നും പറ്റത്തില്ല. അതിനിടയിൽ പോരാത്തതിന് ലൈവും കാര്യമൊക്കെ വരുന്നത് ലൈവ് പോകുന്നത് കൊണ്ടും ആകെ പ്രശ്നമാണ്. ലൈവിൽ ചെന്നിരുന്ന 2-3 മണിക്കൂർ അങ്ങനെ നമ്മുടെ സമയം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തു വെച്ചൊരു കുഞ്ഞു പാചകം ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് കരുതിയിട്ടുണ്ട്. ഇന്നലെ ഇടാൻ പറ്റില്ല, ഇന്ന് ഇടുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ. നമ്മളെ പലരും കളിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു, നമ്മൾ ഒറ്റയ്ക്ക് തുഴയുന്ന ഒരാളാണ്. നമുക്ക് സപ്പോർട്ടിനായിട്ടായാലും എന്തിനായാലും, വീട്ടുകാരായാലും വേറൊരാളായാലും നമുക്ക് സപ്പോർട്ടിനില്ല. ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മുടെ പോരാട്ടം. അപ്പോൾ ആ പോരാട്ടത്തിലൂടെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നായാലും കുടുംബക്കാരിൽ നിന്നായാലും പിന്നെ യൂട്യൂബിൽ നിന്നായിട്ടായാലും ഒരുപാട് കളിയാക്കലുകളും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും നിരാശപ്പെടുത്തലുകളും ഒക്കെ നമ്മൾ നേരിട്ടുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. എന്നെങ്കിലും എനിക്കും ഒരു ദിവസം വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ലൈവിലൊന്ന് ചെന്നിരുന്നാലും വലിയ ആൾക്കാരൊന്നുമില്ല. നമ്മൾ ലൈവിലിരുന്ന് വേറൊറച്ച് പോകുന്നതല്ലാതെ ഒരാൾ പോലും നമ്മുടെ യൂട്യൂബിൽ കയറില്ലെന്നാണ് പലരും നമ്മളെ വെല്ലുവിളിക്കുന്നത്. ആയിക്കോട്ടെ, വെല്ലുവിളികൾ നേരിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെല്ലുവിളികളും ഒറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും പിന്നെ അകറ്റി നിർത്തലുമൊക്കെ എനിക്കതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾ ആരൊക്കെ നമ്മളെ തള്ളിയാലും കുത്തിയാലും മറിച്ചിട്ടാലും ചരിച്ചിട്ടാലും നിരാശപ്പെടുത്തിയാലും മനസ്സ് വേദനിപ്പിച്ചാലും ഒക്കെ ഞാനതെല്ലാം ഇതിലൂടെ കേൾക്കുന്നു, ഇതിലൂടെ അങ്ങ് വിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ മുന്നോട്ടുള്ള വഴികളിലൂടെ പോകാൻ തന്നെ ചെയ്യണം. എല്ലാവരും കോടീശ്വരന്മാരാകണമെന്നോ എല്ലാവരും സെലിബ്രിറ്റീസുകളാവണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ദൈവം നിശ്ചയിച്ചിട്ടാണ്, അതുപോലെ നടക്കുള്ളൂ. അപ്പം നമുക്ക് തന്ന വഴികളിലൂടെ, നമുക്ക് ദൈവം തന്ന പാതകളിലൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പോകുന്ന വഴിയിൽ എന്നെങ്കിലും എവിടെയെങ്കിലും നമുക്കൊരു പിടിവള്ളി കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഞാനും യൂട്യൂബിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതലൊന്നും വളവള പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾ കാണുക. ഓക്കെ, വീഡിയോ എടുക്കുക. അപ്പം നമ്മുടെ അടുത്ത വീട്ടിലെ പട്ടിക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ തോന്നുന്നു കേട്ടോ. സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ ഒച്ചപ്പാടും ബഹളമൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കവത്തിൻ്റെ പ്രശ്നവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതുണ്ടല്ല പനിക്കൂർക്കയും ഇച്ചിരി തുളസിയിലും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് വെച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം കൊണ്ട് ഇപ്പോൾ അങ്ങനെയാണ്. ഇത് നിത്യം ഉപയോഗിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നിത്യം ഉപയോഗിക്കുന്നതിന് വല്ല കുഴപ്പമൊന്നും കാണില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതാ നത്തോലി മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അയല മീൻ തേങ്ങ തിരുകി വെച്ചേക്കണം. അപ്പോൾ പടാപടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. കാണിക്കാനൊന്നും നിൽക്കുന്നില്ല, ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ജോലി തുടരട്ടെ. ഞാൻ നമ്മുടെ പാചകം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. നത്തോലി മീൻ അത് ഒരു അടുപ്പിലിരിപ്പുണ്ട്. നത്തോലി വറുക്കാൻ അത് ഒരെണ്ണത്തിൽ വെച്ചിട്ടുണ്ട്. എണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് മാക്സിമം വളരെ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ അയല കുടംപുളി ഇട്ട് വെച്ചതാണേ. എന്തുന്നുണ്ടല്ലോ, അയല വറുത്തതുണ്ട് കുടംപുളി ഇട്ട് വെച്ച അല്ല. അപ്പോൾ അയലയുടെ തോടൊന്നും ഞാൻ ഉരിക്കൂല കേട്ടോ. ചിലർ അയലയുടെ തോടൊക്കെ ഉരിക്കും, ഞാൻ അയലയുടെ തോട് ഉരിക്കൂല. കൊഴിയാളെ ബാക്കിയുള്ളതൊക്കെ ഉരിക്കും. അപ്പോൾ അത് കുടംപുളി ഇട്ട് അത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നത്തോലി മീൻ അതും അങ്ങനെ റെഡിയാവുന്നുണ്ട്. അയല മീൻ ഒരു 4-5 കഷ്ണം അത് വറുക്കെടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഇരിപ്പുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു തേങ്ങ അരച്ച കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. തിരുവനന്തപുരത്തുകാരുടെ തേങ്ങ അരച്ചുള്ളൊരു കറിക്ക് വേണ്ടിയിട്ട്
അതും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം. അതിനിടയിൽ പോകണം. മഴ ചാറൊക്കെ അടിക്കുന്നതുകൊണ്ടേ, മഴയേറി ഇതൊക്കെ അടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇതൊക്കെ കണ്ട ഇവിടെയൊക്കെ ഡകയാണ്. പോട്ടെ. നമ്മുടെ പാചകമൊക്കെ ഇവിടെ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അയില മീൻ വറുക്കായിട്ടേക്കണം. പരു അയില മീനിൻ്റെ അയില മീൻ വറുക്കായിട്ടേക്കണം. ഒഴിച്ചേറി വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച നമ്മളെ കുടംപുളി ഇട്ട അയലക്കറി, നൊത്തോലിക്കറി, കുടംപുളി ഇട്ട അയലക്കറി ഒഴിക്കാൻ, നൊത്തോലി വറുത്തത്. എൻ്റെ മോനെ, എൻ്റെ കൊച്ചുമോന് സവാള ഭയങ്കര ഇഷ്ടമാണ്. വറുത്ത മീൻ ഇങ്ങനെ സവാള അരിഞ്ഞിടുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ്റെ പേരും പറഞ്ഞ് നമ്മളും കഴിക്കും, അത് വേറൊരു സൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാചകം. ഇതെവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴുകണം. രാവിലത്തെ ചായ ഗ്ലാസും എല്ലാം ഇനിയിപ്പോൾ അടുക്കള ക്ലീനാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ പൊരിച്ച് വെച്ചേക്കണം. അയില മീൻ വറുത്ത് വെച്ചാണ്. ബാക്കിയെല്ലാം ഞാൻ അങ്ങോട്ട് വെച്ച് കേട്ടോ. ബാക്കിയെല്ലാം ടേബിളിൻ്റെ പുറത്തെടുത്തുകൊണ്ട് വെച്ച്. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ വറുത്ത് അത്യാവശ്യം പാത്രമൊക്കെ കഴുകി അത്യാവശ്യത്തിനൊക്കെ ഒതുക്കി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും. നല്ല വെയിൽ കേട്ടോ. ഇന്ന് നല്ല വെയിൽ. രാവിലെയൊക്കെ കുഴപ്പമില്ല. ഇന്നലെയൊക്കെ മഴയാണെങ്കിൽ ഇന്ന് വെയിൽ. പിന്നെ നാളെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മളെ പിച്ചിയിലൊക്കെ ഇപ്പം പൂ കുറവാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ചങ്ക് പുഷ്പമൊക്കെ കയറി പടർന്നതുകൊണ്ടേ പിച്ചിയിൽ പൂവൊക്കെ കുറവാണ്. ഞാൻ ഉച്ചയ്ക്ക് പാചകമൊക്കെ കഴിഞ്ഞ് ലൈവൊക്കെ കഴിഞ്ഞ് കുളിയും നനയെല്ലാം കഴിഞ്ഞ് ഇനി എങ്ങോട്ടാ പോകണമെന്നല്ലേ കാണിച്ചു തരാം. നമ്മളെങ്ങടാ പോണേന്ന് നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. കയ്യൊന്നും ഒത്തില്ല. കയ്യെത്താത്തടത്ത് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. മതിനെയാണ് കത്തിച്ചുകൊണ്ടിരിക്കണം. അവൾക്ക് അസൗകര്യമായതുകൊണ്ട് ഞാൻ വിളക്ക് കത്തിക്കാൻ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് നമ്മളെ ഉച്ച പാചകമൊക്കെ കഴിഞ്ഞു, ലൈവൊക്കെ കഴിഞ്ഞു, കുളിയും നനയൊക്കെ കഴിഞ്ഞു അമ്പലത്തിലോട്ട് പോകുന്നു. അപ്പോൾ ആ വിശേഷം കൂടെ നിങ്ങളൊന്ന് കാണിക്കാൻ കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വഴികളൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഉള്ളവർക്കൊക്കെ പരിചിതമാണ്. പുതിയതായിട്ടൊന്നും ആരും നമ്മുടെ വീഡിയോ ഇതുവരെ കാണാൻ തുടങ്ങിയിട്ടില്ല. പഴയ ആൾക്കാർക്കൊക്കെ നമ്മുടെ ഈ വഴിയും നമ്മളെയൊക്കെ പരിചിതമാണ്. ഞാനേ വീഡിയോ കട്ട് ചെയ്തെന്നറിയാമോ? വഴിയിൽ വന്നപ്പോൾ അവിടെ അടുത്തൊരു വീട്ടിൽ പാട്ടിട്ടേക്കണേ. പാട്ടൊക്കെ കയറിയാൽ നമുക്ക് കോപ്പി റേറ്റ് വരും. പൂവൊക്കെ പറിക്കണം. വിളക്കൊക്കെ തേച്ച് വെച്ചിട്ട് വന്ന് പൂ പറിക്കാം. വഴിയിലൊക്കെ വെള്ളമാണ്. കയ്യ കാല തെറ്റിയ വീഴും. അപ്പം ഞാൻ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വിശേഷമാണ്. എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. സമയം 6 മണി കഴിഞ്ഞു കേട്ടോ. സമയം 6 മണി കഴിഞ്ഞു.